ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഗാർഡനിങ് വീഡിയോ ആണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഭാഗം നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു പോർഷൻ മാത്രം ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് എടുക്കാം. ഇവിടെ മുറ്റത്ത് കരിങ്കല്ല് വെച്ചേക്കുന്നതുകൊണ്ട് കരിങ്കല്ല് പാവി വെക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ശരിക്കും ചെടികളൊന്നും ശരിക്കും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാന്റർ ബോക്സ് ഉണ്ടാക്കാനുള്ള പ്ലാൻ തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള പുല്ലുകളൊക്കെ പറിച്ച് കളഞ്ഞു, ആവശ്യമില്ലാത്ത ചെടികളും കളഞ്ഞു നമ്മൾ അവിടെ നിന്ന് അടിച്ച് വൃത്തിയാക്കി. നമ്മുടെ 2-3 അരേലിയ പ്ലാന്റ്സ് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. പ്ലാന്റർ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടികയൊക്കെ നമ്മളിവിടെ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലാന്റർ ബോക്സ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പം വഴിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കി ഒന്ന് റഫായിട്ട് അതൊന്ന് വെറുതെ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്, കറക്റ്റ് അതിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് മണ്ണ് കലക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് തരിമണ്ണ് കലക്കി അത് വെച്ചിട്ടാണ് നമ്മൾ സിമെൻറ്റിന് പകരം ചെയ്യണത്. ഹെൽപ്പിന് എനിക്ക് നമ്മുടെ അടുത്ത ചേച്ചിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ 2 തട്ടായിട്ട് ഇഷ്ടിക വെച്ചിട്ട് നമ്മുടെ പ്ലാന്റർ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പണി ഇവിടെ അങ്ങനെ നടന്നിരിക്കും. പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ പ്ലാന്റർ ബോക്സ് റെഡിയായി. ഇപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഇതാണ്. ഇനി ഇതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. മണ്ണിടുന്നതിന് മുമ്പ് കുറച്ച് കരിയില ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് മണ്ണ് കൂടി ഇട്ട് കൊടുക്കാം. ഈ പ്ലാന്റർ ബോക്സിൻ്റെ മോൾ ഭാഗം വരെ തന്നെ ശരിക്കും നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. കാരണം അടിയിൽ കരിയിലായതുകൊണ്ട് കുറച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് താഴേക്ക് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മണ്ണ് കൂടുതലും താഴേക്ക് പോകും. അപ്പോൾ നമ്മൾ ശരിക്കും ഈ പ്ലാന്റർ ബോക്സിൻ്റെ ആ ഇഷ്ടികയുടെ അതേ സെയിം സൈഡ് വരെ തന്നെ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. കോർണറിലായിട്ട് വെക്കുന്നത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ്. സ്പൈഡർ പ്ലാന്റ് കുറേ നാൾ ഇരുന്നിട്ട് റീപോർട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ട് അങ്ങനെ വെച്ചേക്കായിരുന്നു. നമുക്കത് ഇവിടുന്ന് ഇതിൻ്റെ മണ്ണ് മാറ്റിയിട്ട് പുതിയ മണ്ണിലേക്ക് നമുക്കത് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ മാത്രമാണ് സ്പൈഡർ പ്ലാന്റ് വെക്കണത്. സ്പൈഡർ പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനൊക്കെ നല്ല ഈസിയാണ്. അതിൽ കണ്ടത് ഈ ബൾബ് പോലെയുള്ള ആ റൂട്ടിനോട് ചേർന്നിട്ടുള്ള ബൾബ് പോലെയുള്ളതാണ് അതിൻ്റെ കിഴങ്ങുകൾ. അത് നമുക്ക് അതുമെന്നാണിത് കൂടുതൽ പൊട്ടിമുളച്ച് കൂടുതൽ. പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും ഇളക്കണില്ല. ആ ആയിട്ട് അത് ഒന്നിച്ച് ഒരു മൂല വെറ്റഡ് ആയിട്ടുള്ള ഒരു 2 പ്ലാന്റ്സ് തന്നെ അവിടെ വെക്കണം. ഇനി അതിൻ്റെ ഈ സൈഡിലുള്ള ഇച്ചിരി സ്ഥലത്ത് നമുക്ക് എൻജോയ് പോത്തോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് സ്പൈഡർ പ്ലാന്റിൻ്റെ അടിയിൽ കൂടെ ഇങ്ങോട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിങ്ങനെ ഹാങ്ങായി വന്ന് കിടന്നോളും. ആ ഒരു ഏരിയ മാത്രം. ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മണ്ണ് ഒന്നുകൂടി സെറ്റായിട്ട് വന്നോളും. ഇതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് വലിയ ടൊറേനിയ പ്ലാന്റ്സ് ഇവിടെ ഉണ്ടായിരുന്നത് അത് ഞാനവിടെ വെച്ചേക്കണം. ആ സൈഡിലായിട്ട് ഹൈറ്റ് കൂടിയതാണത്. ഇത് കുറച്ച് നാൾക്ക് മുമ്പ് വാങ്ങി വെച്ചിരുന്ന ഒരു ടെക്കോമ പ്ലാന്റ് ആണ്. ഇതിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അതിൻ്റെ ഉള്ളിലും പ്ലാസ്റ്റിക്കിൻ്റെ ആ കോട്ടിങ് ഏറ്റവും ആ വേരിനെ ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ കോട്ടിങ് ഉണ്ട്. അത് പ്രത്യേകം മാറ്റിയതിന് ശേഷം തന്നെ നമ്മളവിടെ ചെടികളെ പ്ലാന്റ് ചെയ്യണം. ഇവിടെ പ്ലാന്റർ ബോക്സ് ചെയ്തത് കൊണ്ടുള്ളൊരു ഗുണമാണ്, പെട്ടെന്ന് നമുക്ക് ചെടികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒട്ടും കുഴി കുത്തി കഷ്ടപ്പെടേണ്ടി വരില്ല. കൈ കൊണ്ട് തന്നെ നമുക്ക് മണ്ണ് മാറ്റിയിട്ട് ആ ചെടികൾ വെച്ച് കൊടുക്കാൻ പറ്റും. ഈ ടെക്കോമ പ്ലാന്റിൽ വന്നിട്ടുള്ള ആ ഫ്ലവർ സ്റ്റാക്കെല്ലാം കൈയോടെ തന്നെ വെട്ടിക്കളയാനുണ്ട്. ഇതെപ്പോഴും നമ്മൾ വെട്ടി മാറ്റാൻ ശ്രമിക്കണം. അപ്പോഴാണ് ഇതിൽ കൂടുതൽ പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ. ടെക്കോമ പ്ലാന്റിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ അരേലിയ പ്ലാന്റ്സാണ് വെച്ച് കൊടുക്കുന്നത്. 2 അരേലിയ ഇത് ഒരു കുറച്ച് നാളായിട്ട്
ഉണ്ടായിരുന്നതാണ്, വാങ്ങി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ ഒരു നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മാറ്റുന്നില്ല. അങ്ങനെ തന്നെ നമുക്ക് അവിടെ കുഴി പ്ലാന്റ് ചെയ്യാം. ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ നമുക്ക് അരേലിയ കൂടി വെച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഈ ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് വളരെ 10 മണി ചെടികൾ കിട്ടിയിട്ടുണ്ട്. അതുകൂടി പ്ലാന്റ് ചെയ്യണം. ഈ ചെറിയ സ്പേസിലാണത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആ ബാക്കിൽ പച്ചപ്പും ഫ്രണ്ടിൽ ഈ പൂക്കളും കൂടി ആകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നല്ലൊരു ഭംഗിയായിട്ട് വരും. എന്നിട്ട് ഒഴിച്ചത് കൊണ്ട് നമുക്കിവിടെ പെട്ടെന്ന് പ്ലാന്റ്സ് കുത്തി കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു കമ്പ് ഒരു കത്രിക കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ 10 മണിയുടെയും ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ വെക്കാൻ പോകുന്നത് അരേലിയാണ്. അവിടെ നിന്ന് ഒരു പച്ച ഫ്ലവർ ബെഡും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ടാണ് ഇവിടെ തിക്കിയാണ് വെക്കണത് ചെടികൾ. 10 മണി ചെടിയുടെയും ഇടയിലായി നമ്മുടെ അരേലിയ, ഗോൾഡൻ അരേലിയ വെച്ച് കൊടുത്തിട്ടുണ്ട്. സെറ്റ് ചെയ്ത് ഗ്യാപ്പിൽ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ തിക്കി ചെടികൾ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നല്ലൊരു പച്ചപ്പും പിന്നെ ഫ്രണ്ടിലുള്ള 10 മണിയുടെ പൂക്കളും പിന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള സൈഡിലുള്ള പ്ലാന്റ്സും എല്ലാം കൂടി കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഇതുപോലെയാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് റൂബി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ കാണാൻ ഒരു ഭംഗിയില്ല, പക്ഷേ അത് കുറച്ചും കൂടി കഴിയുമ്പോൾ വളർന്ന് വരുമ്പോൾ അവിടെ റെഡ് കളറും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഞാനത് ഇതൊന്നും കൂടിയും പാകമായി വരുമ്പോൾ ഞാനതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് ആ ഇഷ്ടികയിലൊക്കെ നമ്മൾ ഈ കളറൊന്ന് പെയിൻറ്റും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു പണിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാന്റർ ബോക്സിൻ്റെയും ഇവിടെ ഈ കോർണർ ഗാർഡൻ സെറ്റ് ചെയ്യലും ഏകദേശം കഴിയും. അങ്ങനെ വീഡിയോ എല്ലാവരും കരുതുന്നു. അങ്ങനെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻ്റ് എല്ലാം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.